ലത്തീൻ സഭയുടെ അഭിമാനം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കൊല്ലം ഭാഗത്തുള്ള കടൽ ഖനനത്തിലൂടെ സംഭവിക്കുവാൻ സാധ്യതയുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതോടൊപ്പം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളും മത്സ്യസമ്പത്തിൻ്റെ കുറവും തീരശോഷണവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൊല്ലം തീരമെന്ന് നമുക്ക് പറയാവുന്ന തോട്ടപ്പള്ളി മുതൽ ഇങ്ങ് പരവൂരിന് പുറമെ കാപ്പിൽ അഴിമുഖം വരെയുള്ള ആ പ്രദേശത്ത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാരണത്താൽ പലരും കുടിയൊഴിപ്പിക്കപ്പെടുകയും ചെയ്യും. കടൽ മണൽ കൊല്ലത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മണലെന്നാണ് പറയുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ധാതു അംശങ്ങളുള്ളതാണ് ആ മണൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലേലവും അതിൻ്റെ കൊടുക്കലും ഒക്കെ വരുമ്പോൾ വളരെയധികം പ്രത്യാഘാതങ്ങൾ അത് കുഴിച്ചെടുക്കുമ്പോൾ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്കറിയാം, കറുത്ത മണ്ണ് ഖനനം ചെയ്തിട്ട് പിന്നെ വേറെ മണ്ണിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റേഡിയേഷൻ. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ തീരത്തെയും തീരദേശത്തെ വസിക്കുന്നവരെയും ബാധിക്കുന്നതാണ്. അത് അവർ മാത്രമല്ല, കൊല്ലം ജില്ലയെ വരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ തന്നെയായിരിക്കണം ഈ കാര്യങ്ങളിൽ കാണുവാൻ. ഇത് പ്രകൃതിക്കും മനുഷ്യനും കേരളത്തിനും ഭാരതത്തിനും ഉണ്ടാക്കുന്ന വമ്പിച്ച നഷ്ടം സാമ്പത്തികമായ രീതിയിലല്ല ഞാൻ കാണുക. മനുഷ്യവിഭവത്തിനും മറ്റു വിഭവശേഷി സ്രോതസ്സുകൾക്കും ഉണ്ടാകുന്ന വമ്പിച്ച നഷ്ടം രാജ്യത്തിന് തന്നെ ആഘാതം ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് ശരിയായ പഠനങ്ങൾ ഉള്ളതിനെപ്പോലും മറച്ചു വെച്ച് സൗകര്യപൂർവ്വം സ്വന്തം പഠനങ്ങൾ ഒരു നാമത്തിൽ ചെയ്യുമ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ബോധ്യത്തോടെയാണ് ഈ തീരദേശ യാത്ര നടത്തുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ കടൽ ഖനനത്തിൽ വരുന്ന പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കുറിച്ച് നടത്തുന്ന ഈ തീരദേശ യാത്രയ്ക്ക് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, പരിസ്ഥിതിയെ നാം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാണ്. ആർക്കും സ്വയം സുരക്ഷിതരാകാൻ സാധ്യമല്ലാത്ത വിധം പരിസ്ഥിതിക പ്രശ്നങ്ങൾ നാടിനെയും ദേശത്തെയും ഇല്ലാതാക്കുന്നവരെയാണ് എന്നോർക്കുക. ഇരിക്കുന്ന ശാഖ മുറിക്കുന്നതിന് തുല്യമായിരിക്കും ഇതെന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഒരു ജനതയുടെ തേരു തെളിക്കാൻ ജന്മമെടുത്തൊരു പ്രസ്ഥാനം, പോരാട്ടത്തിൻ നാൾ വഴിയിൽ പുതുഗാഥ രചിച്ചൊരു കർമ്മമുഖം. KLCA ലത്തീൻ സഭയുടെ അഭിമാനം. മുന്നിൽ നിന്നു നയിച്ചു നമ്മൾ, പിന്നിൽ നിന്നൊരു ജനതയെ നേടിയെടുത്തു അവകാശങ്ങൾ ഒന്നൊന്നായി സോദരരെ. മുന്നോട്ടിനിയും ദൂരമതേറെ താണ്ടിടുവാൻ, തണലായിടുവാൻ ഒന്നായണയൂ ഈ കൊടിക്കീഴിൽ. നെഞ്ചകമേറ്റാമീ നാമം